ഓക്കെ, അതാണ് സന്തുലിതാവസ്ഥ. ഈ സന്തുലിതാവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിൽ എത്തുക എന്നാണ്. ഇവിടെ ഉപഭോക്താവ് 2 സാധനങ്ങളാണ് വാങ്ങിയിരുന്നത് അല്ലെ. ആ 2 സാധനങ്ങളിൽ നിന്ന് ഉപഭോക്താവിന് കിട്ടുന്ന സംതൃപ്തി ഒരേ സംതൃപ്തിയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരായിരുന്നു അതിനെ വിളിക്കുന്ന പേരെന്താ? നിസ്സംഗതാ വക്രം അല്ലെ. തുല്യ സംതൃപ്തിയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നിസ്സംഗതാ വക്രം എന്ന് വിളിക്കും. ഓക്കെ, QD ഈക്വൽ ടു QS ഒക്കെ പറയാം. ഓക്കെ, QD ഈക്വൽ ടു QS, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ഈക്വൽ ആവുന്നു എന്ന്. അതല്ലല്ലോ, അങ്ങനെയാണോ? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ഈക്വൽ ആവലാണോ നിസ്സംഗതാ വക്രം? 2 വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് ഈക്വൽ ആകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ് എന്ന് പറയുന്ന, അതായത് 1 കിലോ ആപ്പിൾ വാങ്ങിയാലും അതേ സ്ഥാനത്ത് 1 കിലോ ഓറഞ്ച് വാങ്ങിയാലും അതിൽ നിന്നും കിട്ടുന്ന വയ്യായികണ്ട് ശരിയാ. ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ഒരു ദീർഘ യാത്രയിലായിരുന്നു. വന്നപ്പോ ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. 4 മണി കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. രാവിലെ തന്നെ എണീറ്റ് ഇന്ന് ക്ലാസ് വൈകുന്നേരം വരെ ക്ലാസ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതിൽ കുറച്ച് സ്നീസിങ്, മൂക്കലി പോകുന്നുണ്ട്, ചെറിയ തലവേദന ഫീൽ ചെയ്യുന്നുണ്ട്, ഉറക്കമില്ലാത്തതുകൊണ്ട്. അതിന്റെ വിഷയം തോന്നുന്നു കാണുമ്പോ. ഓക്കെ, എന്നാലും ഞാൻ കാര്യങ്ങൾ ചെയ്യും കേട്ടാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷെ ഇത് പലരും അങ്ങനെ ഇത് നമ്മളെ നിരന്തരം ബന്ധം കാണിക്കുന്ന ആളുകൾക്ക് ഇത് അറിയുള്ളൂ, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ നേരിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും തുടരാം. അപ്പൊ നമ്മൾ ഈ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ 2 കാര്യങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് -P1/P2. ഷംസുൻ അഹാർ അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, -P1 ഓക്കെ ആണ്, ഡിവൈഡഡ് ബൈ ഓക്കെ ആണ്. ആ -P2 എന്തിനാ? എന്റെ ചോദ്യത്തിന് ഷംസുൻ അഹാർ ആണ് മറുപടി തരേണ്ടത്. മിസ്സിസ് ഓക്കെ, നോ പ്രോബ്ലം. I know. നിങ്ങൾ എനിക്ക് പിന്നെ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നല്ലോ. ഓക്കെ, I know. അവിടെ എന്താ ഈ -P1/-P2 എന്ന് എഴുതാൻ കാരണം എന്താ? ഞാൻ ആ കാര്യം ക്ലിയർ ചെയ്തിട്ട് പോവാച്ചിട്ടാട്ടോ, മറ്റുള്ളവരോട് വെയിറ്റ് ചെയ്യണേ. -P1/-P2. -P2 എന്താ മനസ്സിലായില്ല. മുകളിലത്തെ ഓക്കെ ആണ്. -P1 ഓക്കെ ആണ്, ഡിവൈഡഡ് ബൈ ഓക്കെ ആണ്. -P2 അറിയാതെ ഇട്ടതാണോ മൈനസ്? അതോ അങ്ങനെ തന്നെയാണോ? പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് എവിടെങ്കിലും കണ്ട് പഠിച്ചതാണോ? അത് വേഗം പറയൂ കേട്ടോ. തിരയാവൂലേ? ബുക്കിൽ തിരയുണ്ടോ? അവിടെ താഴത്തെ ലൈനില് -P2 ഇല്ല, മൈനസ് ഇല്ല കേട്ടോ, വെറും P2 ഉള്ളേ. ഓക്കെ, മൈനസ് വേണ്ട. മൈനസ് വേണ്ട. വെരി ഗുഡ്. അത് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിച്ചത്, വേറെ ഒന്നല്ല കേട്ടോ. ഓക്കെ, അതായത് ആ ബജറ്റ് ലൈനിന്റെ ഈ ചെരിവില്ലേ, ബജറ്റ് ലൈൻ നമ്മളിങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ വരിക. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ y ആക്സിസ്, ഇവിടെ ഇങ്ങനെ x ആക്സിസ്. അപ്പൊ ഈ y ആക്സിസിൽ ടച്ച് ചെയ്തിട്ട് x ആക്സിസിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെ ചെരിഞ്ഞു വരുമ്പോ ഈ y ആക്സിസിലാണ് എന്തുള്ളത്? P2 ഉള്ളത്. ഈ x ആക്സിസിലാണ് എന്തുള്ളത്? P1 ഉള്ളത്. അപ്പൊ ഈ P2 P1 അതായത് ഇങ്ങനെ ചെരിഞ്ഞു വരുമ്പോ താഴേക്ക് കുറയുകയാണ്. താഴേക്ക് കുറയുമ്പോൾ P1 മൈനസ് ആകും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. മൈനസ് ആകുന്നത് P1 മാത്രമാണ്. ഓക്കെ, അത് സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ എന്നാണ് അതിനെ വിളിക്കുക. അതായത് ബജറ്റ് ലൈനിന്റെ ചെരിവ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 2 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ബജറ്റ് ലൈൻ ആണ്. രണ്ടാമത്തേത് നിസ്സംഗതാവക്രമാണ്. നിസ്സംഗതാവക്രവും ബജറ്റ് ലൈനും നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട്